ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. എപ്പിസോഡിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. സുധിയുടെ കടയിൽ നിന്നും 4 ലക്ഷം രൂപയുടെ സാധനങ്ങൾ പറ്റിക്കപ്പെട്ടു എന്നുള്ള കാര്യം എല്ലാവരും അറിയിക്കുന്നുണ്ട് സച്ചി. അത് കഴിഞ്ഞിട്ട് ആ പണം വീട്ടിൽ കാണിച്ചിട്ടുണ്ടല്ലോ ലാഭം എന്ന് പറഞ്ഞിട്ട്, അത് മാത്രമല്ല ഡീലർക്ക് പണവും കൊടുത്തിട്ടുണ്ട്. അത് എവിടുന്ന് ഒപ്പിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോഴാണ് സുധി പറയുന്നത് ആനന്ദിന്റെ അടുത്ത് നിന്നാണ് പണം മേടിച്ചു എന്നുള്ള കാര്യം. അങ്ങനെ തൽക്കാലം രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതുവരെയുള്ളത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതായിരുന്നു. കേൾക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലിൽ കയറി നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. ഞാൻ ലിങ്ക് ഐക്കാട്ടിലും അതുപോലെ പിൻ കമന്റായിട്ടും കൊടുത്തേക്കാം കേട്ടോ. ആനന്ദിന്റെ അടുത്ത് നല്ല സുധി പണം മേടിച്ചെന്നുള്ള സത്യം മനസ്സിലാക്കി സച്ചി പാർക്കിന്റെ പുറത്തേക്ക് വരികയാണ്. വരുമ്പോ അങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, നീ ഇവന്റെ അടുത്ത് നല്ല പണം വാങ്ങിയെന്നുള്ള കാര്യം കൺഫേം ആയി. അങ്ങനെയാകുമ്പോ ഞാൻ മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെയാണ്, രേവതിയുടെ സ്വർണം നീ വിറ്റു അല്ലേ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ എന്നൊക്കെ പെറുപെറുത്തിട്ട് വരുവാണ്. അതേസമയം രേവതിയാണെന്നുണ്ടെങ്കിൽ ഒരു ചേച്ചിയുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, കട വെക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി നല്ലതാണല്ലോ ആരെങ്കിലും പൂ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയിൽ കൊണ്ടുപോയി കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ രേവതി നീ ഉദ്ദേശിക്കുന്നത് ഞാനും കൂടി ഇതുപോലത്തെ ഒരു വണ്ടി മേടിക്കണം എന്നാണോ എന്ന് ചോദിക്കുമ്പോ, അതേ ചേച്ചി ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു വണ്ടി മേടിച്ചു തരാൻ പറ. ഞാനൊരു സാരി മേടിച്ചു തരാൻ പോലും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ മേടിച്ചു തരില്ല. രേവതി നിന്നെ പോലെ എല്ലാവർക്കും നല്ല ഹസ്ബൻഡിനെ കിട്ടണമെന്നൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. രേവതിയെ കണ്ട ഉടനെ തന്നെ കാറ് സൈഡ് നിർത്തിക്കാണ്ട് വേഗം രേവതിക്ക് അരികിലേക്ക് ചെല്ലുവാണേ. അവരാണെന്നുണ്ടെങ്കിൽ സച്ചിയെ കുറിച്ചിട്ടാണല്ലോ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് കാണുമ്പോൾ രേവതിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവാണ്. രേവതി ഒന്ന് വാ എന്ന് പറഞ്ഞിട്ട് അങ്ങ് മാറ്റി നിർത്തുവാണേ. ചേച്ചി ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ കൂടെ പോകുന്നുണ്ട് രേവതി ഞാന് പാർക്കിലുള്ള നമ്മുടെ സുധിയുടെ ഫ്രണ്ട് ഉണ്ടല്ലോ ആനന്ദ്, അവനെ പോയി കണ്ടിട്ടാണ് വരുന്നത്. എനിക്ക് കടം വേണം എന്നുള്ള രീതിയിലാണ് അവന്റെ അടുത്ത് സംസാരിച്ചത്. അവസാനം സുധിയുടെ കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോ അവൻ 1 രൂപ പോലും കടമായിട്ട് കൊടുത്തിട്ടില്ല ആനന്ദ് എന്നുള്ള സത്യം പറഞ്ഞു. സച്ചിയുടെ പറയുന്നത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ സത്യം തന്നെയാണ്. ആനന്ദ് സുധിയെ കണ്ടിട്ട് ഒരുപാട് നാളായി എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അവൻ 1 രൂപ പോലും അവന് കടമായിട്ട് കൊടുത്തിട്ടില്ല. പിന്നെ എന്തിനാ നിങ്ങളുടെ ഏട്ട അങ്ങനെ പറഞ്ഞെന്ന് രേവതി ചോദിക്കുമ്പോ, ഇന്നലെ അമ്മ അവനെ അടിക്കുന്ന സമയത്ത് ആരെടുത്താണ് കടം മേടിച്ചത് പറയടാ എന്ന് പറഞ്ഞിട്ട് അമ്മ എറിഞ്ഞു കൊടുത്തതാണ്. അതിൽ കയറി പിടിച്ച് അവൻ ചുമ്മാ കഥ ഇറക്കിയതാണ് ആനന്ദിന്റെ അടുത്ത് നിന്നാണ് പണം മേടിച്ചത് എന്നുള്ള കാര്യം. പിന്നെ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഏട്ടന് പണം കിട്ടിയെന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ, ഇനിയും രേവതി നിനക്ക് മനസ്സിലായില്ലേ, നിന്റെ സ്വർണം വിറ്റിട്ടാണ്. പക്ഷെ ഇനിയും അതിനൊരു തെളിവും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും സച്ചിയുടെ അടുത്ത് ഒരു ഐഡിയ പറയുന്നുണ്ട് രേവതി. ഞങ്ങളുടെ വീടിന്റെ അടുത്തൊക്കെ ആരുടെ സ്വർണം പോയാലും അത് കാണാതായാലും ഞങ്ങൾ പോയിട്ട് ഒരു സ്വാമിയെ കാണാറുണ്ട്. അയാള് വെറ്റിലയില് മഷി തേച്ചിട്ട് നോക്കിയിട്ട് എവിടെയാന്നുള്ള കാര്യം കണ്ടെത്തുന്നു പറയാണേ. അയാളെന്താ വെറ്റിലയില് CCTV ആണോ വെച്ചിരിക്കുന്നതെന്ന് സച്ചി ചോദിക്കുമ്പോ സച്ചിയുടെ പറയുന്നത് കേക്ക്, അയാള് ഒരുപാട് പേർക്ക് ഇങ്ങനെ ചെയ്തു നോക്കിയിട്ട് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. രേവതി ഇതിലൊക്കെ ഒരുപാട് ഫ്രോഡ് കാലങ്ങൾ നടക്കുന്നതാണ്. ചിലയിടങ്ങളിലൊക്കെ ആ സ്വാമി തന്നെ ഒരാളെ വെച്ചിട്ട് സ്വർണം മോഷ്ടിക്കുകയും അതിനുശേഷം അയാളെ എടുത്തെന്നുള്ള കാര്യം പറയുകയും ചെയ്യും. ഇല്ല സച്ചേട്ടാ, ഇത് അങ്ങനെയൊന്നുമല്ല. അത് മാത്രമല്ല സച്ചേട്ടാ, നമ്മള് അമ്പലത്തിലേക്ക് എന്തെങ്കിലും നേർച്ചയൊക്കെ നേർന്നു കഴിഞ്ഞു കഴിഞ്ഞാല് അത് ഫലിക്കുന്നുള്ള കാര്യം കൂടി അമ്മ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും, നീ ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് കൂടോത്രം വരെ ചെയ്യാൻ വേണ്ടി പറയുമല്ലോ രേവതി. എന്തായാലും അതൊന്നും വേണ്ട. പിന്നെ എങ്ങനെ സച്ചേട്ട കണ്ടുപിടിക്കുക രേവതി ചോദിക്കുമ്പോ, കുറച്ചു നേരം ആലോചിച്ചതിന് ശേഷം രേവതി പറഞ്ഞതിൽ നിന്ന് തനിക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് പറയണേ. അങ്ങനെയാണെങ്കിൽ സച്ചേട്ട വാ, നമുക്ക് പോയിട്ട് ആ സ്വാമിയെ കാണാം, നീ വീട്ടിലേക്ക് പോവാൻ നോക്ക്, ഞാൻ ഒറ്റയ്ക്ക് ഒരാളെ പോയി കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് സച്ചി വേഗം കാറെടുത്തിട്ട് പോവാണേ. സച്ചി കാറെടുത്ത് നേരെ ചെല്ലുന്നത് പച്ചക്കറി കടയിലേക്കാണ്. പതിവായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ സച്ചിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അല്ല സാധാരണയായിട്ട് രേവതിയാണല്ലോ ഇങ്ങോട്ട് വരാറ്, എന്താ സച്ചി വന്നത്? ഈ പച്ചക്കറിയൊക്കെ ദാ അവിടെ ഉണ്ടെന്ന് നോക്കിയെടുത്തോ. സച്ചി പോയിട്ട് എടുക്കുന്നത് ആകെ ഒരു നാരങ്ങ മാത്രമാണ്. ഇതെന്താ സച്ചി ഒരു നാരങ്ങ മാത്രം എടുത്തിരിക്കുന്നത്, ഒരു 1/4 കിലോ മേടിച്ചോ, നിനക്ക് ജ്യൂസ് അടിച്ച് കുടിക്കാന്ന് പറയുമ്പോ, ഇത് ജ്യൂസ് അടിക്കാനല്ല ചേട്ടാ, ചെറിയൊരു കേസിനാണ്. കേസിനോ? അതൊക്കെ പിന്നെ പറയാം. ചേട്ടൻ ആദ്യം പോയിട്ട് ഒരു ഗ്ലാസ്, കുറച്ച് വെള്ളം, അതിനകത്ത് കുറച്ച് കുങ്കുമം, അതുപോലെ ഭസ്മം, കുറച്ച് ഒരു നൂല്, ഇതെല്ലാം വേണമെന്ന് പറയാണ്. ആ ചേട്ടൻ സച്ചി പറഞ്ഞ അതേ സാധനങ്ങളെല്ലാം എടുത്തു കൊണ്ടുപോയി കൊടുക്കുവാണേ. സാധനങ്ങളെല്ലാം മേടിച്ച് കാറിന്റെ അരികിൽ പോയിട്ട് ഈ നാരങ്ങയിൽ മൊത്തം നൂല് ചുറ്റുകയും അത് കഴിഞ്ഞ് അതിന്റെ മേലെ കുറച്ച് ഭസ്മവും മഞ്ഞപ്പൊടിയും എല്ലാം അതിനകത്ത് ഇങ്ങനെ ഇതാക്കിയിട്ട് ഒരു ജപിച്ച നാരങ്ങ കിട്ടില്ലേ, ആ ഒരു സ്റ്റൈലിലാക്കുവാണ് ചെയ്യുന്നത്. ചില കൂടോത്രമൊക്കെ ചെയ്തിട്ട് ഇതാക്കുന്ന അതുപോലെ. എന്നതിന് ശേഷം ഭസ്മത്തിൽ ഇച്ചിരി വെള്ളമൊക്കെ നനച്ച് ചന്ദനവും ഭസ്മവും എല്ലാം കൂടി നെറ്റിയിൽ നന്നായിട്ട് തേക്കുന്നുണ്ട്. അങ്ങനെ സച്ചി വീട്ടിലേക്ക് പുറപ്പെടുകയാണ്. അതേസമയം വീട്ടില് രവിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് എന്തൊക്കെയോ ആലോചിക്കുകയാണ്. മറ്റൊന്നിനെ കുറിച്ചിട്ടല്ല, രേവതിയുടെ സ്വർണത്തിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ്. ശ്രീകാന്തും വർഷയും കൂടി കയറി വരുന്ന സമയത്ത് അച്ഛൻ കാര്യമായിട്ട് എന്തോ ആലോചനയിലാണ്. അച്ഛൻ എന്താ ഇന്ന് പുറത്തൊന്നും പോയില്ലേന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ടെങ്കിലും രവി അത് കേൾക്കുന്നില്ലേ. അച്ഛായി എന്ന് പറഞ്ഞ് ഒന്നുകൂടി വിളിക്കുമ്പോഴാണ്, നിങ്ങൾ രണ്ടുപേരും വന്നോ, ഇരിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അച്ഛൻ എന്തോ വലിയ ആലോചനയിലായിരുന്നു തോന്നുന്നല്ലോ. അതെ, ഈ വീട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ച്, രേവതിയുടെ സ്വർണം മുക്കുപണ്ടായതും അതുപോലെ
സുധിയാണെങ്കിൽ പറ്റിക്കപ്പെട്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞാൻ ഇങ്ങനെ ഓർത്തോണ്ടിരിക്കുകയായിരുന്നു. കുറച്ചു നാളായിട്ട് ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ രവി പറയുന്നത് കേൾക്കുമ്പോൾ അതിന് അങ്കിളിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? സുധിയേട്ടൻ പറ്റിക്കപ്പെട്ടത് സുധിയേട്ടന് ബോധമില്ലാത്ത ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടാണ്. പിന്നെ രേവതി ചേച്ചിയുടെ സ്വർണത്തിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിച്ചെന്നുള്ള കാര്യം ആർക്കും അറിയില്ല. അതൊരു മിസ്റ്ററി പോലെ നിൽക്കുകയാണ്. തുടർന്ന് ശ്രീകാന്തും പറയുന്നുണ്ട്, അച്ഛൻ എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കണ്ട, എല്ലാം ശരിയാകുമെന്ന്. ശ്രീകാന്തിന്റെയും വർഷയുടെയും സൗണ്ട് കേട്ടിട്ട് രേവതി അങ്ങോട്ടേക്ക് വന്നിട്ട് രണ്ടുപേരും വന്നോന്ന് ചോദിക്കുന്നുണ്ടേ. രണ്ടുപേർക്ക് ഞാൻ ചായ എടുത്ത് വരാ എന്ന് പറഞ്ഞ് തിരിഞ്ഞു പോകുമ്പോഴേക്കും സച്ചി ഇനിയും വന്നില്ല എന്ന് രവി ചോദിക്കുന്നുണ്ട്. അച്ഛാ, സച്ചിയേട്ടൻ പുറത്തു പോയിട്ട് വരാന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അതേസമയം തന്നെ ചന്ദ്രയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. രേവതി ഒരു ഗ്ലാസ് ചായ എന്ന് പറഞ്ഞ്, അമ്മ ഞാനൊരു 10 മിനിറ്റിനുള്ളിൽ കൊണ്ടുവരാ എന്ന് പറഞ്ഞ് രേവതി പോകുമ്പോ എല്ലാം ലേറ്റ് ആവും അവൾക്ക്. അത് കഴിഞ്ഞ് ശ്രീകാന്തിന്റെ അടുത്തും അതുപോലെ വർഷയുടെ അടുത്തും ഇപ്പോഴാണ് വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതേ അമ്മേ, അച്ഛനെന്തോ ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്നു, അമ്മ ഒന്ന് സംസാരിച്ച് നോക്കിയെന്ന് പറഞ്ഞ് ശ്രീകാന്തും അതുപോലെ വർഷ അവിടുന്ന് പോവാണ്. രവിക്ക് അരികിൽ ചെന്നിരുന്നിട്ട് ചന്ദ്ര ചോദിക്കുന്നുണ്ട്, അല്ല രവിയേട്ട, എന്താ ഇത്ര കാര്യമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോഴേക്കും സച്ചിയുടെ എൻട്രി ആണ് കേട്ടോ. വീട്ടിനുള്ളിലേക്ക് കയറി വരുമ്പോ തന്നെ അമ്മയെ മഹാമായെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഒരു കാലിന് മേലൊക്കെ കയറ്റി വെച്ച് കൈയൊക്കെ മുകളിലേക്ക് ഉയർത്തി കുറച്ചു നേരം നിൽക്കുന്നുണ്ട്. ഇത് കണ്ട രവി ചോദിക്കുന്നുണ്ട്, അല്ല എന്താടാ നീ അമ്പലത്തിന് മുമ്പിൽ ചെന്നിട്ട് പ്രാർത്ഥിക്കുന്നത് പോലെയൊക്കെ കാണിക്കുന്നത്? അച്ഛ, എന്നോട് അവര് അങ്ങനെയാണ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. പിന്നെ വേറെന്തോ ഒരു കാര്യം കൂടി പറഞ്ഞായിരുന്നല്ലോ, വലത് കാലെടുത്തിട്ട് ഉള്ളിലേക്ക് വെക്കണോ എന്ന്. വലത് കാലെടുത്ത് ഉള്ളിലേക്ക് വെക്കുന്നതോട് കൂടിയിട്ട് സച്ചിയുടെ മേലെന്തോ ബാധ കയറിയതുപോലെ ആള് മൊത്തം ആക്ഷൻ കാണിക്കുകയാണേ. അവര് പറഞ്ഞ പോലെ തന്നെ ഈ വീട്ടിൽ ദുഷ്ടശക്തി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതിലൊക്കെ ഇങ്ങനെ നടക്കുവാണേ. ഇത് കണ്ടിട്ട് നമ്മുടെ രേവതിക്കും കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. അയ്യോ സച്ചിയേട്ട എന്താന്നൊക്കെ ചോദിച്ച് പുറകെ നടക്കുന്നുണ്ട്. ശബ്ദം കേട്ട് ശ്രീകാന്തും അതുപോലെ വർഷയൊക്കെ വരുന്നുണ്ട്. സച്ചി കാണിച്ചു കൂട്ടുന്നത് കണ്ടിട്ട് ചന്ദ്ര ചോദിക്കുന്നുണ്ട്, അല്ല രേവതി, നിന്റെ ഭർത്താവിന് മനസ്സിലാക്കുന്ന രീതിയിൽ പറയാൻ വേണ്ടിയിട്ട് അറിയില്ല എന്ന്. ഇവന്റെ അടുത്ത് ഒരു സ്ഥലത്ത് നിൽക്കാൻ വേണ്ടി പറ രേവതി എന്ന് പറയുമ്പോഴേക്കും സച്ചി ഒരു സ്ഥലത്ത് നിൽക്കുന്നുണ്ട്. അരുതാത്തതൊന്നും പറയാൻ വേണ്ടി നിൽക്കണ്ട, പിന്നെ നിങ്ങൾക്ക് ദൈവകോപം കിട്ടും. ഒരു മിനിറ്റ്, ഞാൻ അദ്ദേഹത്തെ വിളിച്ചൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്തിട്ട് ആരോ വിളിക്കുന്നത് പോലെ കാണിക്കുന്നുണ്ട്. ശരി സ്വാമി, അതുപോലെ തന്നെ ചെയ്യാൻ സ്വാമി എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ അവിടെ വെച്ച് ആ നാരങ്ങ കൈ പിടിച്ചിട്ട് ആദ്യം രവിക്ക് ചുറ്റും ഇങ്ങനെ നടക്കുന്നുണ്ട്. അച്ഛൻ നല്ല ശക്തിയാണ്. അത് കഴിഞ്ഞ് ചന്ദ്രയുടെ ചുറ്റുമാണ് നടക്കുന്നത്. സച്ചി ചുറ്റുന്നത് കാണുമ്പോഴേക്കും അയ്യോ രവിയേട്ടാ, എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ പറഞ്ഞ് രവിക്ക് അരികിലേക്ക് ചെന്നിരിക്കുകയാണ്. അപ്പോഴേക്കും ശ്രുതിയും അതുപോലെ ശ്രുതിയും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അവര് വന്നു കയറിയ ഉടനെ തന്നെ അവരുടെ ചുറ്റും ഇങ്ങനെ ചുറ്റുന്നുണ്ട് സച്ചി. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ കണ്ട ഉടനെ തന്നെ, ആന്റി ഈ സച്ചി എന്തൊക്കെയായി കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ കുറച്ചു നേരമായിട്ട് മോളെ ഇങ്ങനെ തന്നെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത്. അങ്ങനെ ശ്രുതി അങ്ങ് മാറി നിൽക്കുമ്പോഴേക്കും ശ്രുതിക്ക് ചുറ്റിനും ഇങ്ങനെ നടന്നിട്ട് ദുഷ്ടശക്തിയുടെ പവർ എന്താന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അലിഞ്ഞു പോകട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സൗണ്ട് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ശ്രുതിക്കും പേടിയാവുന്നുണ്ട്. സച്ചി കാണിക്കുന്നത് കാണുമ്പോൾ രേവതി, നീ ചെന്നിട്ട് അവന്റെ അടുത്ത് ചോദിക്ക് അവന് എന്താ പറ്റിയെന്നുള്ള കാര്യം. ശരിയാച്ച എന്ന് പറഞ്ഞ് രേവതി നേരെ സച്ചിക്ക് അരികിലേക്ക് ചെല്ലുമ്പോഴേക്കും സച്ചി ഇങ്ങനെ തല ഇങ്ങനെ കുനിച്ച് എന്തോ ശക്തി മേലിന്ന് ഇറങ്ങി പോകുന്ന പോലെ കാണിക്കുന്നുണ്ട്. അല്ല സച്ചേട്ടൻ എന്താ പറ്റിയത്? രേവതി, ഒരു സ്വാമി എന്റെ ദേഹത്തുനിന്ന് ഇറങ്ങിപ്പോയതാണ്. സച്ചി, ഇനിയെങ്കിലും നീ കാര്യം എന്താന്ന് പറ, നീ എന്തിനാ ഇവിടെ കിടന്ന് ഒച്ച എടുക്കുന്നത്? അച്ഛ, ഞാൻ ഒച്ച എടുത്തുന്നോ? അയ്യോ, ഞാൻ ഒച്ചയൊന്നും എടുത്തിട്ടില്ല. എന്റെ ദേഹത്ത് കയറിയ സ്വാമിയായിരിക്കും ഒച്ച എടുത്തിട്ടുണ്ടാവുക. അത് കേട്ട ഉടനെ രവിയേട്ടാ, ഇവന്റെ ശരീരത്തിൽ എന്തോ ബാധ കയറിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ് തോന്നുന്നതെന്ന് ചന്ദ്ര രവിക്ക് അരികിലേക്ക് ചെന്ന് പറയുന്നുണ്ടേ. സച്ചി, എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. എന്താണെന്ന് വെച്ചാൽ നീ കാര്യം പറ. ഇതച്ഛ നോക്ക് എന്ന് പറഞ്ഞിട്ട് കയ്യിലുള്ള ആ നാരങ്ങ കാണിച്ചു കൊടുക്കുവാണേ. ഇത് കണ്ടാൽ അറിയില്ലേ നാരങ്ങയെന്ന് ശ്രീകാന്ത് പറയുമ്പോ ഇത് സാധാരണ നാരങ്ങയല്ല, എന്താ ഇമ്പോർട്ടഡ് ആണെന്ന് വർഷ ചോദിക്കുന്നുണ്ടേ. അതൊന്നുമല്ല, ഇത് ഭയങ്കര ശക്തിയുള്ള ഒരു നാരങ്ങയാണ്. സച്ചേട്ടൻ കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറയാൻ വേണ്ടി രേവതി പറയുമ്പോൾ, രേവതി, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ഒരാളെ കാണാൻ വേണ്ടി പോയതായിരുന്നു, ഒരു സ്വാമിജിയെ. നമ്മുടെ സ്വർണങ്ങളെല്ലാം കവറിംഗ് ആയിട്ട് മാറിയല്ലോ, ഇനി അത് വല്ല മന്ത്രവും മാരണോ ചെയ്തിട്ടാണോ എന്നുള്ള കാര്യം അറിയാത്തത് കൊണ്ട് പോയി നോക്കിയതാണ്. അപ്പോഴാണ് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത്, സ്വർണം കവറിംഗ് ആയിട്ട് മാറ്റിയ ആള് നമ്മുടെ ഏരിയനുള്ളിൽ തന്നെ ഉണ്ട് എന്ന്. ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ തന്നെ ആവാനും സാധ്യതയുണ്ട്. നമ്മുടെ വീട്ടിലോ ശ്രീകാന്ത് ചോദിക്കുമ്പോൾ അതേടെ നമ്മുടെ വീട്ടിലാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ പറഞ്ഞു നമ്മുടെ വീട്ടിൽ അങ്ങനെ ആരും എടുക്കത്തൊന്നുമില്ല എന്ന്. പക്ഷെ അദ്ദേഹം ഉറച്ചു പറയുന്നു നമ്മുടെ വീട്ടിൽ തന്നെ ആവാൻ സാധ്യതയുണ്ടെന്ന്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ നാരങ്ങ തന്നത്. ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഡിറ്റക്ട് ചെയ്യുന്ന ശക്തി വല്ലതും ഉണ്ടോ എന്നാണ് വർഷ ചോദിക്കുന്നത്. അതിനേക്കാളും വലിയൊരു ശക്തിയാണുള്ളത്. ഇത് അദ്ദേഹം മന്ത്രിച്ച് തന്നതാണ്. ഇത് നമ്മുടെ പൂജാമുറിയിനുള്ളിൽ വെക്കാനാണ് പറഞ്ഞത്. വെച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 48 മണിക്കൂറിനുള്ളില് ആരാണോ നമ്മുടെ സ്വർണം എടുത്തത് അല്ലെങ്കിൽ ആരാണോ മാറ്റി വെച്ചത്
അവരുടെ വായ ഒരു വശത്തേക്ക് കോടി പോകും. ആ ആക്ഷനും കൂടി നമ്മുടെ സച്ചി കാണിക്കുന്നുണ്ട്. ഇത് കണ്ട് സുധിക്കും അതുപോലെ ചന്ദ്രയ്ക്കും ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നുണ്ട്. പക്ഷെ ആരുടെ മുമ്പിലും ആ ടെൻഷൻ കാണിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. ഇതൊക്കെ ചുമ്മാ പറ്റിക്കാൻ വേണ്ടി പറയാന്ന് വർഷ പറയുമ്പോഴേക്കും ശ്രീകാന്തെ അവളടുത്ത് മിണ്ടാതിരിക്കാൻ വേണ്ടി പറഞ്ഞോ, പിന്നെ അവൾക്ക് ഡബിങ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. വർഷ നീ ഒന്ന് മിണ്ടാതിരുന്നെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് വേഗം വായടപ്പിക്കുന്നുണ്ട് വർഷയുടെ. ശ്രീകാന്ത് നീ എന്തായി കാണിക്കുന്നത്? ഒരുപക്ഷെ അങ്ങനെ ആയിപ്പോയാലോ? നീ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് വർഷ ചോദിക്കുമ്പോ അയ്യോ വർഷേ നീ അങ്ങനെയൊന്നും പറയല്ലേ, ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ചിലർക്ക് നമ്മൾ ചീത്ത കാര്യങ്ങളൊക്കെ ചെയ്യില്ലേ, അങ്ങനെ ചെയ്തത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ ചെയ്തവർക്ക് അതിന് തക്കതായിട്ടുള്ള ശിക്ഷയും കിട്ടും. ഈ കൈയും കാലും ഒടിയ, അതുപോലെ ശരീരത്തിന് സുഖമില്ലാണ്ടാവുക, വായ ഒരു വശത്തേക്ക് ഓടി പോവുക, ഇതെല്ലാം നടക്കുന്നത് തന്നെയാണ്. രേവതി പറയുന്നതിന് സപ്പോർട്ടായിട്ട് രവിയും പറയുന്നുണ്ട്. അതെ, ഞങ്ങളുടെ നാട്ടിലും ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ നടന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരുപാട് കണ്ടിട്ടുമുണ്ട്. അതെ അച്ഛാ, നമ്മുടെ നാട്ടില് അമ്പലത്തിലെ ഒരു സ്വാമി ഇല്ലായിരുന്നോ, അതുപോലത്തെ ഒരു സ്വാമിയാണ് ഇതും മന്ത്രിച്ച് തന്നിരിക്കുന്നത്. അങ്ങനെ ഓം ഗ്രീം കരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി അതുകൊണ്ട് പൂജാമുറിയിലേക്ക് പോകുന്നത് കാണുമ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ ഓടി പടച്ചിട്ട് വരുന്നുണ്ട്. എന്തൊക്കെയാടാ നീ കാണിക്കുന്നത് രവിയേട്ടാ? ഇവൻ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നതെന്ന് കണ്ടോ? ഇതൊന്നും ഇവിടെ വെക്കാൻ വേണ്ടി പറ്റില്ല. അല്ല, നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നതെന്ന് ചോദിക്കുമ്പോ ഭയമൊന്നുമല്ല. ഈ വീട്ടിലല്ലെങ്കിലും ആരാണ് അങ്ങനെ ചെയ്യാൻ വേണ്ടി പോകുന്നത്? അത് ശരി തന്നെയാണല്ലോ. നീ നിന്റെ ഇഷ്ടത്തിന് ഓരോ കാര്യങ്ങൾ കൊണ്ടുവച്ചിട്ട് ചീത്ത എന്തെങ്കിലും സംഭവിച്ചാലോ? എടാ, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് മാത്രമേ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുള്ളൂ. പിന്നെ കാണാതെ പോയത് ഞങ്ങളുടെ സ്വർണ്ണമാണല്ലോ, അത് ഞങ്ങൾക്ക് കണ്ടുപിടിക്കണ്ടേ? ഇനി 48 മണിക്കൂറിനുള്ളിൽ എടുത്തവരുടെ വായ ഒരു വശത്തേക്ക് ഓടുന്നുള്ള രീതിയിൽ ഇങ്ങനെ കാണിക്കുകയാണ് ആക്ഷൻ. എന്നിട്ട് നേരെ അത് കൊണ്ടുപോയിട്ട് പൂജാമുറിയിൽ വെക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഓരോ വഴിക്ക് പോകുന്നുണ്ട്. ശ്രുതിയും അതുപോലെ ചന്ദ്രമതിയും ആ പൂജാമുറിയിൽ വെച്ചിരിക്കുന്ന നാരങ്ങയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ശ്രുതി പുറകിൽ നിന്ന് കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുക്കളയില് രേവതി ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സച്ചി അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്നാലും സച്ചിയുടെ നല്ല ആളാണ്. ഞാന് വെറ്റിലയിൽ മഷി ഇട്ട് നോക്കാം എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോ സച്ചിയേട്ടൻ എന്നെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞത്? പഠിച്ചവരൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യോ എന്നൊക്കെയല്ലേ? എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ സച്ചിയേട്ടൻ തന്നെ ആ വഴിയെ പോയല്ലേ? അല്ല, ഞാൻ എന്ത് ചെയ്തു എന്നാണ് സച്ചി ചോദിക്കുമ്പോ, അല്ല സച്ചിയേട്ടനല്ലേ പോയിട്ട് സ്വാമിയെ കണ്ടിട്ട് വന്നിരിക്കുന്നത്? ആ ശരിയാണ്, ഞാൻ കണ്ടു. ഈ ഐഡിയ നടത്താൻ വേണ്ടിയിട്ടായിരുന്നു സച്ചേട്ടൻ പോയിട്ടുണ്ടായിരുന്നത്. എന്റെ കൂടെ വന്നായിരുന്നെങ്കിൽ എനിക്കറിയുന്ന നല്ല വിശ്വാസമുള്ള ആളെ തന്നെ പോയി കാണാമായിരുന്നു. എനിക്കറിയുന്ന ഒരു സ്വാമിയുണ്ട്, ഞങ്ങൾക്ക് അസുഖമൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെയാണ് പോയി കാണാറ്. സച്ചേട്ടൻ പോയി കണ്ടത് നല്ല ആളെ തന്നെയാണോ? അതിരിക്കട്ടെ, സച്ചേട്ടൻ ആരെ പോയി കണ്ടത്? ഞാൻ പോയി കണ്ടത് നല്ല ആളെ തന്നെയാണ്. നല്ല ബുദ്ധിശാലിയാണ്. ഒരുപാട് പഠിച്ചിട്ടൊന്നും ഇല്ലെങ്കിലും അയാള് കരുത്തായിട്ട് കാര്യങ്ങളൊക്കെ പറയും. ഓ, അങ്ങനത്തെ സ്വാമിയാണോ? അയാളുടെ പേരെന്താന്ന് ചോദിക്കുമ്പോ പേര് എന്ന് പറഞ്ഞ് കുറച്ചു നേരം തപ്പി പിടിച്ചിട്ട് സച്ചിദാനന്ദ സ്വാമിയാരെന്ന് പറയുന്നുണ്ടേ. അങ്ങനെ ഒരു സ്വാമിയാരെ കുറിച്ചിട്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. അയാള് എവിടുത്തുകാരനാന്ന് ചോദിക്കുമ്പോ ദാ ഇവിടുത്തുകാരൻ തന്നെയാണ്, ദാ നിന്റെ മുമ്പിലിരിക്കുന്നു. മംഗളം ഭവന്തു എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി അനുഗ്രഹിക്കുന്ന രീതിയിൽ കൈകൊണ്ട് കാണിക്കുന്നുണ്ടേ. സച്ചേട്ടന്ന് കളിക്കാണോ? ആദ്യം പറ, ഏതു സ്വാമിയെ പോയി കണ്ടേ എന്നുള്ള കാര്യം. ഞാൻ സ്വാമിനെ മാമനെ ഒന്നും പോയി കണ്ടിട്ടൊന്നുമില്ല. പിന്നെ സച്ചേട്ടൻ എവിടുന്നാണ് ആ നാരങ്ങ കിട്ടിയെന്നുള്ള? അത് നമ്മുടെ അണ്ണാച്ചി കടയിൽ നിന്ന് മേടിച്ചതാണ്. പിന്നെന്തിനാണ് മന്ത്രിച്ച് മേടിച്ചതാണെന്നുള്ള കാര്യം എല്ലാവരുടെ പറഞ്ഞത്? അത് ആ ഓടിപ്പോയവനെ ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട്. സച്ചേട്ടൻ അങ്ങനെയാണെങ്കിൽ എല്ലാവരുടെ മുമ്പിൽ കള്ളം പറഞ്ഞു അല്ലേ? കള്ളമല്ല, ഒരു കെണിയാണ് ഞാൻ അവന് വെച്ചിരിക്കുന്നത്. ആ കെണിയില് ആ ഓടിപ്പോയവനുണ്ടല്ലോ, അവൻ ഉറപ്പായിട്ടും പെടും. ഇതൊക്കെ സച്ചേട്ടാ വർക്കൗട്ട് ആവുമോ എന്ന് രേവതി ചോദിക്കുമ്പോ എന്തുകൊണ്ട് വർക്കൗട്ട് ആവില്ല എന്ന് എനിക്ക് ആ ഓടിപ്പോയവനെ കുറിച്ചിട്ട് നന്നായിട്ട് അറിയാം. ചെറുപ്പം മുതലേ അവന് ഭയങ്കര ഭയമാണ്. പ്രത്യേകിച്ചും ഈ മന്ത്രം, മാരണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടാ അവൻ ഭയന്നോടും. ഇപ്പൊ തന്നെ എന്തായാലും അവന് ഭയം തുടങ്ങി കാണും. അവൻ തന്നെ വന്ന് സത്യം പറയും. രേവതി, നീ എല്ലാം കണ്ടോ? തുടർന്ന് നമ്മുടെ സുധിയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രയെ വലിച്ചുകൊണ്ട് റൂമിലേക്ക് പോകുന്നുണ്ട്. ചന്ദ്രൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാണാവോ നടക്കാൻ വേണ്ടി പോകുന്നത്? ഇപ്പോ വായ ഒരു വശത്തേക്ക് ഓടിപ്പോകുന്നുള്ള കാര്യമല്ലേ പറയുന്നത്? എന്റെ കഴുത്തിന്റെ ഉളുക്ക് ഇപ്പൊ അടുത്ത് മാറിയതേ ഉള്ളൂ. വായ ഓടിപ്പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചന്ദ്ര. നീ ഒപ്പിച്ച ഒരു പണി കാരണം മാത്രമാണ് ഞാനിപ്പോ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞ് സുധിയുടെ മുഖത്തേക്ക് നോക്കുമ്പോ സുധിയുടെ മുഖം ഒരു വശത്തേക്ക് ഓടിയതുപോലെ ചന്ദ്രയ്ക്ക് തോന്നുവാണേ. അതേസമയം സുധിക്കാണെന്നുണ്ടെങ്കിൽ ചന്ദ്രമതിയുടെ മുഖം ഒരു വശത്തേക്ക് ഓടിയതുപോലെ തോന്നുന്നുണ്ട്. അയ്യോ അമ്മേ, അമ്മയ്ക്ക് എന്താ പറ്റിയത്? അല്ല സുധി, നിനക്ക് എന്താ പറ്റിയത്? നിന്റെ വായ നോക്കടാ പറയുമ്പോ അമ്മയുടെ വായ നോക്കുന്നു. പരസ്പരം രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ തോന്നുന്നതാണ്. ഈ തർക്കം കേട്ടുകൊണ്ടാണ് ശ്രുതി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അല്ല, എന്താ ഇവിടെ പ്രശ്നം? ഇത് നോക്ക്, ശ്രുതി അമ്മയുടെ വായ ഒരു വശത്തേക്ക് ഓടിപ്പോയി. അയ്യോ എന്റേതല്ല, ശ്രുതിയുടെ വായ നോക്ക് ശ്രുതി, അവന്റെ വായ വളഞ്ഞു പോയ ബ്രിഡ്ജ് പോലെ കോടിപ്പോയി എന്നൊക്കെ പറയുമ്പോ രണ്ടുപേരും ഒന്ന് നിൽക്കോ, രണ്ടുപേരുടെ വായിക്കും ഒരു കുഴപ്പമില്ല. ശരിയാണല്ലോ, നമുക്ക് രണ്ടുപേർക്കും ഒന്നും ആയില്ല, രണ്ടുപേർക്കും ഒന്നും ആവാൻ വേണ്ടി പോകുന്നില്ല. ആന്റി പോയിട്ട് റെസ്റ്റ് എടുക്ക്, ടെൻഷൻ ആവാതെ. ശരി എന്ന് പറഞ്ഞ് ചന്ദ്ര റൂമിൽ നിന്ന് പോവാണേ. നിങ്ങൾ രണ്ടുപേരും തന്നെ അവർക്ക് കാണിച്ചു കൊടുക്കുന്നുള്ള കാര്യമാണല്ലോ തോന്നുന്നത്. എനിക്ക് ആ ലെമൺ കണ്ടത് മുതൽ ശ്രുതി ഭയങ്കര പേടിയുണ്ടെന്ന് പറയാണേ. ആ ലെമൺ കണ്ടിട്ട് നീ എന്തിനാ ഭയക്കുന്നത്? ആദ്യം സച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ
വിശ്വസിച്ചിരിക്കുകയാണോ? സച്ചി ഏതെങ്കിലും ഒരു അമ്പലത്തിന്റെ ഉള്ളിൽ ഇതുവരെ കയറുന്നത് കണ്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള അവൻ ഏതെങ്കിലും ഒരു സ്വാമിയെ പോയി കാണുമോ? ആണോ ശ്രുതി എന്ന് ശ്രുതി ചോദിക്കുമ്പോ അതേ ശ്രുതി, എങ്ങനെങ്കിലും നിന്റെ വായിൽ നിന്ന് ആ സത്യം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് സച്ചി ഇങ്ങനത്തെ പണികളെല്ലാം ചെയ്യുന്നത്. നിങ്ങൾ രണ്ടുപേരും ഭയപ്പെടാണ്ടിരുന്നാൽ മാത്രം മതി. നീ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്, പക്ഷെ എങ്കിലും എനിക്ക് നല്ല ഭയമുണ്ട്. ഈ ഭയമാണ് ശ്രുതിക്ക് വിനയായിട്ട് വരുന്നത്. ആരംഭം മുതൽ എല്ലാത്തിനും ഭയന്നിട്ടാണ് ഈ അവസ്ഥയിൽ വന്ന് നിൽക്കുന്നത്. സച്ചി പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചിട്ട് നീ ചിന്തിക്കാതിരിക്കുന്നതാണ് നല്ലത്. അവൻ കള്ളം പറഞ്ഞതാണെന്നുള്ള കാര്യം നാളെ എല്ലാവർക്കും മനസ്സിലാകും. ശ്രുതിയുടെ വായിക്ക് ഒന്നും സംഭവിക്കില്ല. ആദ്യം ഒരു കാര്യം ചെയ്യും, ആ ഫോൺ എടുത്തിട്ട് പാട്ട് കേക്ക്, റിലാക്സ് ആയിട്ട് അവിടെ ഇരുന്ന്. ശ്രുതിയാണെങ്കിൽ പേടിച്ചിട്ട് ശ്രുതി എവിടേക്കും പോരുത്, നീ എന്റെ കൂടെ തന്നെ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ പിടിച്ചിരുത്തുന്നുണ്ടേ. തുടർന്ന് വർഷ റൂമിൽ ഭയങ്കര ചിന്തയിലാണേ. ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ പുറകിൽ നിന്ന് വന്ന് തട്ടുമ്പോ അടിക്കാൻ വേണ്ടി പോവാണ് വർഷ. വേറെ ആരെങ്കിലും ആണെന്ന് കരുതിയിട്ട് ഞാനാണ് വർഷേ, നീ എന്താ പിശാചിനെ പോലെ വന്നിട്ട് പുറകുന്ന് തട്ടുന്നത്? സച്ചേട്ടൻ ആ ലെമൺ കൊണ്ടുവന്ന് വെച്ചത് മുതൽ ഞാൻ അതിനെക്കുറിച്ച് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നീയല്ലേ പറഞ്ഞത് പുറത്തുനിന്ന് ഭയമൊന്നുമില്ല എന്ന്. ഭയമൊന്നുമില്ല, പക്ഷെ ഇതൊക്കെ ഒരു പക്ഷെ സത്യമായാലോ? അപ്പൊ നിനക്ക് ഇതിലൊക്കെ വിശ്വാസം ഉണ്ടല്ലേ? വിശ്വാസം എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. തുടർന്ന് വർഷ അവളുടെ അച്ഛന്റെ അവിടെ ഉണ്ടായ ഒരു സംഭവങ്ങളെ കുറിച്ചിട്ട് പറയുകയാണേ. അച്ഛന്റെ ഓഫീസിലുണ്ടായിരുന്ന ഒരാളുടെ പണം മോഷണം പോയി. എന്നിട്ട് അത് ആരാ എടുത്തെന്നുള്ള കാര്യം അറിയാത്തത് കൊണ്ട് ഇതുപോലെ ഒരു സ്വാമിയെ പോയി കണ്ടിട്ട് അയാൾ പറഞ്ഞു ഇന്ന സ്ഥലത്ത് പണം ഉണ്ട് എന്നുള്ള കാര്യം. അത് ഒരു മരത്തിന്റെ ചോട്ടില്. അവിടെ ചെന്ന് നോക്കുമ്പോൾ പണം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ പണം മോഷ്ടിച്ച ആളെ തന്നെ അറസ്റ്റ് ചെയ്യാനും വേണ്ടി സാധിച്ചു. അങ്ങനെയാണെങ്കിൽ പക്ഷേ നീ പറഞ്ഞു വരുന്നത് ആരാണോ സ്വർണ്ണം എടുത്തതെന്ന് വെച്ചാൽ അവര് പിടിക്കപ്പെടും എന്നാണോ? അത് കൊടുത്ത ആളുടെ ശക്തി പോലെ ഇരിക്കുന്നു പറഞ്ഞിട്ട് വർഷ പുറത്തേക്ക് പോകണേ. അതിനെക്കുറിച്ച് ഇങ്ങനെ ശ്രീകാന്ത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയൊരു ഭയമൊക്കെ ഉണ്ട്. അതേസമയം രേവതിയാണെങ്കിൽ പുറത്തുകൂടെ പോകുമെന്ന് കാണുമ്പോഴേക്കും വർഷയാണെങ്കിൽ റൂമിനുള്ളിലേക്ക് വരാൻ വേണ്ടി പറയാണ്. ഉള്ളിൽ കയറിയ രേവതിയുടെ അടുത്ത് ആദ്യം ചോദിക്കുന്നത്, ചേച്ചി അത് ഏത് സ്വാമിയുടെ അടുത്ത് പോയിട്ടാണ് സച്ചേട്ടൻ മന്ത്രിച്ചുകൊണ്ട് വന്നത്? ശക്തിയുള്ള ആളാണെന്നൊക്കെയാണ്. തുടർന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, സച്ചേട്ടൻ പൊതുവെ ഇങ്ങനത്തെ വിശ്വാസങ്ങളുടെ ഒന്നും പുറകെ പോകുന്ന ആളല്ലല്ലോ. അങ്ങനെ ഇവർ രണ്ടുപേരുടെയും ചോദ്യം കേൾക്കുമ്പോഴേക്കും രേവതിയാണെന്നുണ്ടെങ്കിൽ ആദ്യം പോയിട്ട് ആ ഡോറ് ലോക്ക് ചെയ്യണേ. എന്നിട്ട് പോയി വന്നിട്ട് ശ്രീകാന്ത് സച്ചേട്ടൻ ഒരു സ്വാമിയെയും പോയി കണ്ടിട്ടില്ല. അത് കേട്ട് ശ്രീകാന്തും അതുപോലെ വർഷയും തന്നെ മുഖത്തോട് മുഖം നോക്കുകയാണെ പരസ്പരം. പിന്നെ എവിടുന്നാണ് സച്ചേട്ടൻ ആ ലെമൺ കൊണ്ട് വെച്ചത്? അത് സച്ചേട്ടൻ പലചരക്ക് കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വെച്ചതാണ്. പിന്നെ എന്തിനാണ് പവറുണ്ട് സ്വർണം മാറ്റിയവർക്ക് പ്രശ്നം വരുന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ സച്ചേട്ടൻ പറഞ്ഞെന്ന് വർഷ ചോദിക്കുമ്പോ ശ്രുതിയുടെ ഹസ്ബൻഡിന്റെ മേലെ നമുക്ക് ഡൗട്ട് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് സച്ചേട്ടൻ കള്ളം പറഞ്ഞിട്ട് അങ്ങനെ വെച്ചിരിക്കുന്നത്. ഓ, അപ്പോ സുധിയേട്ടനെ കൊണ്ട് പേടിപ്പിച്ച് സത്യം പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലേ സച്ചേട്ടൻ അങ്ങനെ ചെയ്തതെന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോ അതേന്ന് രേവതി പറയുന്നുണ്ട്. ഇത് കേട്ട വർഷ പറയുന്നത് എന്തായാലും ഈ ഐഡിയ സൂപ്പർ ആണ് എന്നും ചിലരുടെ ഭയം അവരെ കൊണ്ട് സത്യം പറയിപ്പിക്കും. സുധിയേട്ടൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പിടിക്കപ്പെടും. ചെയ്താലല്ലേ എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോ അറിയില്ല ശ്രീകാന്തേ, സജേട്ടൻ അങ്ങനെയാണ് പറയുന്നത്. നമുക്ക് നോക്കാം എന്താ നടക്കുന്നതെന്ന്. ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നുകൊണ്ട് കാണണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ അർജന്റായിട്ട് ഒരു ഡബിങ്ങിന് പോകാനുണ്ട്. രേവതി ചേച്ചി ഇവിടെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഉടനെ തന്നെ എന്നെ വിളിച്ച് പറയണേ. എന്താ നടക്കുക എന്നുള്ള കാര്യം വർഷയെ നമുക്ക് അറിയില്ലല്ലോ. നോക്കാം. എന്തായാലും ചെറുതായിട്ട് ഭയന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതുവരെ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല. അത് കഴിഞ്ഞ് അന്നേ ദിവസം രാത്രി സുധിയും ശ്രുതിയും എല്ലാവരും കിടന്നു. ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ ഉറക്കം കിട്ടാതെ തെക്കും വടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ കമന്റ് ചെയ്യണേ. സച്ചിയുടെ നാരങ്ങ നന്നായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. സുധിയുടെ ഭയം സുധിയെ കൊണ്ട് സത്യം പറയിപ്പിക്കുന്നുണ്ട്. ആ വിശേഷങ്ങളൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ്